വാർത്താ ദിനത്തിന്റെയും ഒരു ഫോക്കസ് എന്ന് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തെ തുടർന്ന് ഒരു സ്ത്രീ മരിച്ചു എന്നുള്ള വാർത്ത നമ്മുടെ എല്ലാം മനസ്സിൽ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നോവായി എന്നും ബിന്ദു അവശേഷിക്കും. അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനിടയിൽ എപ്പോഴും ഒരു കളങ്കമായി ഈ വിഷയം അവശേഷിക്കും എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. വലിയ പ്രതിഷേധമാണ് ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ നമ്മൾ കണ്ടത്. കേരളത്തിലുടനീളം സംസ്ഥാനത്തുടനീളം വലിയ പ്രതിഷേധം ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നടന്നു. ഇന്നും സമാനമായ രീതിയിൽ വിവിധ സംഘടനകൾ തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കും എന്നത് തന്നെയാണ് സാഹചര്യം. നമുക്ക് വിശദമായി നോക്കാം ഇന്നത്തെ പുതിയ അപ്ഡേറ്റ്സ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരി മരിച്ചതിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തും. മന്ത്രി പങ്കെടുക്കുന്ന പൊതുപരിപാടികളിൽ പ്രതിഷേധം തുടരാനാണ് യൂത്ത് കോൺഗ്രസിന്റെയും യുവമോർച്ചയുടെയും KSUവിന്റെയും തീരുമാനം. പ്രതിഷേധം കണക്കിലെടുത്ത് മന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബിന്ദുവിന്റെ കുടുംബത്തിനുള്ള ധനസഹായം സംബന്ധിച്ച കളക്ടറുടെ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. മന്ത്രിസഭാ യോഗം ധനസഹായം സംബന്ധിച്ച തീരുമാനമെടുക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ബിന്ദുവിന്റെ വീട് സന്ദർശിച്ചേക്കും. ജി ശ്രീജിത്തും ഡാൻ കുര്യനുമാണ് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ജി ശ്രീജിത്തിലേക്ക് പോവുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിയുടെ രാജി ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതിനിടയിൽ നമുക്കറിയാം ഇപ്പോഴും മന്ത്രിമാരെ ന്യായീകരിക്കുന്ന, അവരുടെ വിവാദപരമായ പ്രസ്താവനയെ ന്യായീകരിക്കുന്ന തരത്തിൽ തന്നെയാണ് CPMന്റെ അടക്കം പ്രതികരണം ഈ ഏറ്റവും അവസാനവും വന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം കൂടുതൽ കടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ തർക്കങ്ങളും വിവാദങ്ങളും ഒക്കെ നടക്കുന്നതിനിടയിൽ മന്ത്രിമാർ തുടക്കം മുതലേ ആ കുടുംബവുമായി ബന്ധപ്പെട്ടില്ല, അവർക്ക് വേണ്ടി ഒരു ആശ്വാസവാക്ക് പറഞ്ഞില്ല എന്ന വലിയ പരിഭവം ആ കുടുംബത്തിനും ഉണ്ടായിരുന്നു. അത് ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ തന്നെ മാധ്യമങ്ങളോടടക്കം പ്രതികരിച്ച കാര്യവുമാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് മന്ത്രി VN വാസവൻ അവിടേക്ക് എത്തി അടിയന്തര ധനസഹായം എന്ന നിലയിൽ ഒരു തുക കൈമാറുകയും ചെയ്തു. ഇന്ന് ആരോഗ്യമന്ത്രി അവിടേക്ക് എത്തുകയാണ്. കുടുംബത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ അവർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു തോന്നൽ, ഒരാശ്വാസം ഉണ്ടാകും. പക്ഷേ പ്രതിഷേധം കോട്ടയം മെഡിക്കൽ കോളേജിന് മുൻപിലടക്കം വലിയ രീതിയിൽ തുടരുകയും ചെയ്യാനുള്ള സാധ്യത തന്നെയല്ലേ മുന്നിലുള്ളത്? തീർച്ചയായും പ്രതിഷേധം തുടരും ആര്യ, ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരോഗ്യമന്ത്രി ഇന്നലെയാണ് ഈ മന്ത്രി VN വാസവൻ എത്തുന്നതിന് മുന്നോടിയായാണ് മന്ത്രി ഈ ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനെ വിളിക്കുന്നത്. വൈകാതെ എത്താം എന്ന അറിയിപ്പാണ് നൽകിയത്. ഒരുപക്ഷെ ഇന്നോ നാളെയോ, ഇന്ന് തന്നെ എത്തും എന്ന കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത വന്നിട്ടില്ല. ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊന്നും ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത വരുത്തിയിട്ടില്ല. ഇന്ന് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. എന്തായാലും അടുത്ത മന്ത്രിസഭായോഗം 11-ാം തീയതി ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത തീരുമാനമുണ്ടാക്കാം എന്നാണ് മന്ത്രി VN വാസവൻ ഇന്നലെ കുടുംബത്തിന് നൽകിയ ഉറപ്പ്. എന്തായാലും നഷ്ടപരിഹാരം എത്ര എന്നത് മന്ത്രിസഭാ യോഗം തീരുമാനിക്കും. ഒരു കാര്യമുള്ളത് 25 ലക്ഷം രൂപ നൽകണം എന്നൊക്കെയുള്ളതാണ് പ്രതിപക്ഷ MLA-മാരും ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഒരു സർക്കാർ സ്ഥാപനത്തിനുള്ളിൽ നടന്ന അനാസ്ഥയുടെ ഇരയായി മാറിയതാണ് ബിന്ദു. ആ നിലയിലുള്ള പരിഗണന വേണം. ഒപ്പം തന്നെ കുടുംബത്തിന്, ഈ മകന് ജോലി എന്ന ആവശ്യം ശക്തമാണ്. മകൻ BTech കഴിഞ്ഞ എഞ്ചിനീയറിംഗ് അത് കഴിഞ്ഞ് ഒരു ട്രെയിനിങ്ങിനായി നിൽക്കുന്ന ഒരു സമയമാണുള്ളത്. പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു താൽക്കാലിക ജോലി മാത്രമാണ് ഇപ്പോൾ സർക്കാർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചു. അതായത് ഈ അപകടത്തെക്കുറിച്ചും ഈ കുടുംബത്തിന്റെ ഒരു സാഹചര്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ടല്ല, അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചക്കകം സമർപ്പിക്കുമെന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം തുടരും. അത് കേവലം കോട്ടയത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രതിഷേധമല്ല, അത് സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ് തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടത്. കോട്ടയത്ത് ഇനി പ്രതിഷേധം ഒരുപക്ഷെ തിങ്കളാഴ്ച കളക്ടറേറ്റ് മാർച്ചും മറ്റും UDF സംഘടനകൾ ആലോചിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 7-ാം തീയതി തന്നെ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തുന്നു. അതിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നു. അങ്ങനെ പ്രതിഷേധങ്ങൾ ഇനി തുടർച്ചയായി ഉണ്ടാകും. പ്രത്യേകിച്ച് ഇന്നലെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ മന്ത്രി വീണ ജോർജിന് ഉൾപ്പെടെ ക്ലീൻ ചിറ്റ് നൽകിയ സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അതായത് ഇനി ഇതുവരെ മന്ത്രിമാർ സ്വയം ന്യായീകരിച്ചതിനപ്പുറത്തേക്ക് പാർട്ടി ന്യായീകരണവും മറ്റു മന്ത്രിമാരുടെ ന്യായീകരണവും ഒക്കെ ആയിരിക്കും ഇക്കാര്യത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇപ്പുറത്ത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും ആളിക്കത്തും. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. എത്ര നാൾ ഇങ്ങനെ ഒരു പ്രതിഷേധം നേരിടേണ്ടി വരും, എത്ര സഹിക്കേണ്ടി വരും, എത്ര സഹിക്കാൻ തയ്യാറാണ് എന്നൊക്കെയുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഇതിലൊരു
ഈ പലതരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. ഈ ആംബുലൻസിന്റെ മുന്നിൽ തടഞ്ഞത് അത് മൃതദേഹത്തോടുള്ള അനാദരവാണെന്നാണ് മന്ത്രി വി എൻ വാസവൻ ഇന്നലെ ചാണ്ടിയുമ്മനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ചാണ്ടിയുമ്മനെതിരെ കേസെടുത്തതിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കം ഇന്നലെ കോട്ടയത്ത് തന്നെ രംഗത്ത് വരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ആളുകൾ ഈ ബിന്ദുവിന്റെ വീട്ടിലേക്ക് എത്താനുള്ള സാഹചര്യവുമുണ്ട്. ഒപ്പം തന്നെ പ്രതിഷേധങ്ങളും തുടരും. ഈ കളക്ടറുടെ അന്വേഷണം തുടരുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് എന്നാണ് പറയുന്നത്. ഇന്നലെ തന്നെ അവിടെ എത്തി പ്രാഥമികമായി സൂപ്രണ്ടിനെയും ഒപ്പം തന്നെ പ്രിൻസിപ്പലിനെയും ഒക്കെ മുൻനിർത്തി തന്നെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുകയും വിവരങ്ങൾ ശേഖരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ കളക്ടറും സർക്കാരും എല്ലാവരും വീഴ്ചയില്ല എന്ന് പറയുമ്പോൾ ഇനി കളക്ടറുടെ റിപ്പോർട്ട് ഇതിനെല്ലാം കീഴിലുള്ള അതെ ശ്രീജിത്ത്, അതൊരു നിർണായകമായ കാര്യമാണ്. എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അതായത് നിരന്തരം ആരോഗ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എല്ലാം ആവർത്തിച്ച് പറയുന്നു തങ്ങളുടെ ഭാഗത്ത്, ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത്, അവിടുത്തെ സൂപ്രണ്ടിന്റെ ഭാഗത്തൊന്നും ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ ആരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്ന തരത്തിലായിരിക്കാം കളക്ടറുടെ ഈ അന്വേഷണ റിപ്പോർട്ട് വരാൻ പോകുന്നത് എന്ന ആകാംക്ഷ അവിടെ അവശേഷിക്കുകയാണല്ലേ? തീർച്ചയായും ആര്യ, പ്രത്യേകിച്ച് വീഴ്ചയില്ല എന്ന് സർക്കാരും മന്ത്രിമാരും എല്ലാം ആവർത്തിച്ച് പറയുമ്പോൾ അതിന് താഴെയുള്ള ജില്ലാ കളക്ടർ എന്ന ഉദ്യോഗസ്ഥൻ ഒരു വീഴ്ചയുണ്ട് എന്നൊരു റിപ്പോർട്ട് തയ്യാറാക്കുമോ എന്ന സംശയം ബാക്കിയാണ്. എന്തായാലും പൊതുസമൂഹത്തിന് മുന്നിൽ വലിയ ആരോപണ ശരങ്ങളൊക്കെ നിൽക്കുന്ന, സംശയങ്ങൾ നിൽക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് മറ്റൊരു വിഷയം കൂടിയുള്ളത്, ഈ ബിന്ദുവിന്റെ മരണം അത് ഈ രക്ഷാപ്രവർത്തനം വൈകിയത് മൂലമല്ല ഉണ്ടായത് എന്ന് ഇന്നലെ മന്ത്രി വി എൻ വാസവൻ വിശദീകരിക്കുകയും ചെയ്തു. അതായത് ഈ വീണുടൻ തന്നെ മരിക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് മന്ത്രി വി എൻ വാസവൻ വിശദീകരിച്ചത്. അതായത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഒരു സംഭവ സ്ഥലത്ത് ഈ ഒരു രക്ഷാപ്രവർത്തനം നേരത്തെ നടന്നാൽ പോലും ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. സംഭവം നടന്ന ഉടൻ തന്നെ തലച്ചോറ് ഉൾപ്പെടെ പൊട്ടി, തലയോട്ടിയും തലച്ചോറും എല്ലാം പൊട്ടിയാണ് മരണമുണ്ടായത്. അങ്ങനെയാണ് അവർ വിശദീകരിക്കുന്നത്. അങ്ങനെ ഓരോ വിഷയത്തിലും CPM അല്ലെങ്കിൽ സർക്കാർ അതിൻ്റെതായ ന്യായീകരണങ്ങൾ നിരത്താൻ തുടങ്ങിക്കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഏതെങ്കിലും ഒരു ചെറിയ ഉദ്യോഗസ്ഥർക്കെതിരെ മറ്റോ വല്ലോ ചെറിയ വാർഡിന്റെ ചുമതലക്കാർക്കെതിരെയൊക്കെ ഒരു വീഴ്ച വരുത്തി എന്നുള്ള റിപ്പോർട്ടിലേക്ക് അവസാനിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണേണ്ടത്. പ്രത്യേകിച്ച് ഈ ജില്ലാ കളക്ടർക്കടക്കം ഉത്തരവാദിത്തമുണ്ട് ഈ അപകടത്തിൽ എന്നാണ് പ്രതിപക്ഷം, കോൺഗ്രസ് ഉൾപ്പെടെ ആരോപിക്കുന്നത്. കാരണം ഇതിന്റെ ഈ ആശുപത്രി വികസന സമിതിയുടെ എല്ലാം അധ്യക്ഷൻ അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ചുമതലയുള്ള സ്ഥലത്ത് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ അദ്ദേഹം തന്നെ അന്വേഷിക്കുന്നു എന്ന് പറയുന്നത് എത്ര ശരിയാണ് എന്ന ചോദ്യമാണ്. പക്ഷേ കളക്ടർ ഒരു മോശം ഉദ്യോഗസ്ഥനല്ല, കളക്ടർ അന്വേഷിച്ചാൽ എന്താണ് കുഴപ്പമെന്ന ചോദ്യമാണ് സർക്കാർ ചോദിക്കുന്നത്. എന്തായാലും അന്വേഷണങ്ങൾ കാര്യമായി എത്രത്തോളം ഇതിന്റെ സത്യാവസ്ഥയിലേക്ക് എത്തുമെന്ന സംശയം ബാക്കിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇതിൽ ഇനി നടക്കാൻ പോകുന്ന രാഷ്ട്രീയ വിവാദവും കോലാഹലങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെയാണ്. ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാർ സഹായം എന്നുള്ളത്, അത് ധനസഹായം സ്വാഭാവികമായിട്ട് പ്രഖ്യാപിക്കും. അതിന്റെ തുക എത്ര എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ആ കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും, 2 മക്കളെയും വളരെ ചെറിയ ശമ്പളത്തിന് ജോലിയെടുത്ത് കടം വാങ്ങി, ലോൺ എടുത്ത് കടം വാങ്ങിയാണ് ഉന്നത വിദ്യാഭ്യാസങ്ങൾ നൽകിയത്. ഒരാൾ BTech, ഒരാൾ BSc നഴ്സിംഗും. മകൾ BSc നഴ്സിംഗ് 4ാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയാണ്. അതിനിടെയാണ് ഒരു ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടായത്. ഇന്നലെയും ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു എന്നുള്ളതിനപ്പുറത്തേക്ക് കിടക്കപ്പായയിലാണ് മകൾ ഉള്ളത്. അവിടെ എത്തിയാണ് മന്ത്രിമാർ സന്ദർശിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ഏതെങ്കിലും ഒരു വാക്കെടുത്ത് സംസാരിക്കാൻ പോലും ആ കുട്ടി തയ്യാറായിട്ടില്ല. അത്രയധികം തകർന്ന് തൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അമ്മ ആശുപത്രിയിൽ കഴിയുകയും ഒക്കെ ചെയ്തത്. തനിക്ക് വേണ്ടി വന്നൊരമ്മയുടെ അവസ്ഥ ഇങ്ങനായി എന്നുള്ള വേദനയാണ്. ആ മകൻ്റെ വേദന, പൊട്ടിക്കരയുന്ന മകൻ്റെ വേദനയും കേരളം കണ്ടതാണ്. ഇതിനി സർക്കാർ എങ്ങനെ കാണും? എങ്ങനെയായിരിക്കും അതിനൊരു പ്രതിവിധി ഉണ്ടാകുക? ഒരു താൽക്കാലിക ജോലിയിൽ അവസാനിക്കുമോ ഒരു BTechകാരന് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. തീർച്ചയായും ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തത്തിൽ പകച്ചു നിൽക്കുന്ന കുടുംബത്തെ ചേർത്ത് പിടിക്കുക എന്നത് മാത്രമാണ് ഇനി സർക്കാരിന് ചെയ്യാൻ ബാക്കിയുള്ളത്.